സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി നടക്കേണ്ടത്. ആ തണ്ണിമത്തനായിട്ട് ഒരു ചേച്ചി വരുന്നുണ്ട്. 2025 ശക്തമായി കാശ്മീർ സന്തോഷപൂർവമായ ചിരിച്ചുകൊണ്ടുള്ള മുഖങ്ങൾ കണ്ടില്ലേ എല്ലാവരും? ജില്ലയിലുണ്ട് ഇങ്ങനെ ഒരു കാഴ്ച. ഇത്രയും പേര് അടങ്ങുന്ന ഒരു പൊങ്കാല കാഴ്ച ഏത് ജില്ലയിലുണ്ട്? ഇത്രയും പേരിങ്ങനെ പൊങ്കാല ഇടുന്ന ഒരു ലോകത്തിലെ ഒരിടവും ഇല്ലാത്തൊരു കാഴ്ചയാണ് ട്രിവാൻഡ്രത്തുള്ള. അത്രയും പൊങ്കാല കലങ്ങളായ അമ്മമാരെല്ലാരും പൊങ്കാല ഇടുന്നു. എല്ലാവർക്കും ഉണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് അതെ ഗായ്സ്, ഇവിടെ എല്ലാരും ഓണാണ്. എല്ലാരും സത്യം പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് വ്ളോഗ് എടുക്കാൻ പോലും നേരെ പറ്റിയിട്ടില്ല. അത്രയും തിരക്കായിരുന്നു. എല്ലാരും പൊങ്കാലയൊക്കെ ഇട്ട് വിശ്രമിക്കുകയാണ്. ഈ നിവേദ്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഒരിടത്തും ഇല്ലാത്തൊരു ചരിത്രമാണ് ആറ്റയിൽ പൊങ്കാല. എല്ലാ അമ്മമാർക്കും നല്ലത് മാത്രമേ വരുള്ളൂ. അത്രയും നല്ല വെയിലാണ് ഇവിടെ. ആ വെയിലത്തിരുന്നാണ് പൊങ്കാല ഇടുന്നത്. അന്നദാനം കൊടുക്കുന്ന ചേട്ടന്മാർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ടാണ്. വെയിലെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വെയിലാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ആ വെയിലൊന്നും കാണൂല. അതിനുള്ള എനർജിയൊക്കെ ആറ്റയിൽ അമ്മ തരും. അത്രയ്ക്ക് വൈബാണ് ഈ ആറ്റൽ പൊങ്കാല. ഇപ്പൊ നിൽക്കുന്നത് പത്മനാഭ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ്. എന്റെ പൊന്നെ, അവിടത്തെ തിരക്കെന്ന് പറഞ്ഞ ഒരു അപാര തിരക്കായിരുന്നു. സത്യം പറഞ്ഞ ഈ വ്ളോഗിൽ കാണിച്ചു തരാൻ പറ്റാത്ത അത്രയും സ്ഥലത്താണ് പൊങ്കാലകൾ ഇടുന്നത്. എന്റെ സ്വന്തം മാതാജിയൊക്കെ പേരൂർക്കട ഇരുന്നാണ് പൊങ്കാല ഇടുന്നത്. ബ്രോ, ട്രിവാൻഡ്രം പൊങ്കാലയെ കുറിച്ചൊരു റിവ്യൂ எப்படி இருக்கு? ഓക്കെ ബ്രോ, എത്തിയിരിക്കുന്നത് ഓവർ ബ്രിഡ്ജിന്റെ അവിടെയാണ്. ഓവർ ബ്രിഡ്ജ് സൈഡിൽ നല്ല ജനങ്ങളുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ റോഡിൽ വണ്ടികളൊക്കെ കുറവാണ്. പക്ഷെ പൊങ്കാലയിലെ ആ പുകയുണ്ടല്ലോ, എന്റെ പൊന്നോ, കണ്ണിൽ വരെ അടിച്ചു. ഓരോ സ്ഥലത്തേക്ക് ഈ നാരങ്ങ ഉള്ള തണ്ണിമത്തനൊക്കെ വയ്ക്കണോണ്ട് സത്യം പറഞ്ഞാൽ നല്ല ഭാഗ്യമാണ്. ഈ ചുട്ടു പൊള്ളുന്ന വെയിലത്ത് ഒരു നാരങ്ങ ഉള്ളത് കുടിച്ചാൽ അത്രയും നല്ലതാണ്. അത് ഈ പൊങ്കാലിടുന്ന അമ്മമാർക്ക് അറിയാം. വ്ളോഗ് നേരെ എടുക്കാൻ പറ്റത്തുണ്ട്. ഞാൻ ഇപ്പൊ ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ വ്ളോഗ് എടുത്താണ് കാണിക്കാൻ പോകുന്നത്. കണ്ടോണ്ടിരിക്കുന്നത് തമ്പാനൂരിന്റെ തന്നെ ഒരു മെയിൻ ഭാഗമാണ്. അവിടെ തന്നെ ഇത്രയും തിരക്കാണ് കാഴ്ചപ്പെടാൻ പറ്റുന്നത്. ആ തിരക്ക് കാണിക്കൂ ജിക്കുത്തെ. പൊങ്കാല ഭക്തജനങ്ങൾ എല്ലാവരും താണ്ട പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വർഷത്തെ പോലെ തന്നെ എല്ലാവരും സന്തോഷപരമായി തന്നെ പൊങ്കാല ഇടുന്നതാണ് നമ്മൾ കാഴ്ചപ്പാടുകൾ എല്ലാം കാണാൻ പറ്റുന്നത്. മുണ്ടിൽ വെള്ളമായി അങ്ങനെ താണ്ട ഇവിടെ സത്യം പറഞ്ഞാൽ ആ വിഷ്വലുണ്ട നിങ്ങൾ ഞെട്ടിപ്പോവും. പൊങ്കാലയ്ക്ക് വന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ റോട്ടിൽ വെള്ളം, ബിരിയാണി, ചോറ്, സാമ്പാർ, പിന്നെ എന്തൊക്കെ കിട്ടും പറയൂ. അതിന് ലക്ഷക്കണക്കിന് പേരുടെയാണ് എല്ലാവർക്കും ചോറ്, സാമ്പാർ, ദോശ, രസവട, അങ്ങനെയൊക്കെ എല്ലാ സംഭവങ്ങളും കൊടുക്കും. നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് തമ്പാനൂർ ഭാഗത്താണ്. ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത്. അവിടെ തന്നെ ഏറ്റവും വലിയ തിരക്കാണ് കാഴ്ചപ്പെടുന്നത്. ഇനി അങ്ങോട്ടൊക്കെ പോകുമ്പോഴുള്ള തിരക്കുകൾ നിങ്ങൾ അറിയണം. പറയാണ് ഇവ പാട്ട് കാരണം ഒന്നും കേൾക്കാൻ പറ്റൂല. മൈക്ക് ഉടനെ തന്നെ വാങ്ങുന്നതാണ്. ഇവിടെ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കും പാട്ടും പൊങ്കാലയിലെ പുകയും എല്ലാം കൂടെ ആകുമ്പോൾ സെറ്റാണ്. അല്ല 10-15 സ്റ്റാർട്ടായത്. ഇപ്പം മണി ഏകദേശം എത്ര മണിയാവുന്നു? 12. എല്ലാവരും പൊങ്കാല താണ്ട് എല്ലാം ഇങ്ങനെ ഇട്ടിട്ട് വാഴയില മൂടി അപ്പുറത്തിരിപ്പുണ്ട്. ആ കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. എല്ലാവരും വെള്ളവും അന്നദാനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി നടക്കേണ്ടത്. ആ തണ്ണിമത്തനായിട്ട് ഒരു ചേച്ചി വരുന്നുണ്ട്. അന്നദാനത്തിന്റെ ഒരു ക്യൂ ആണ് കാണുന്നത്. ഇവിടെ അന്നദാനം കൊടുക്കും, അങ്ങ് അറ്റം വരെ ക്യൂ ഉണ്ട്. കണ്ടില്ലേ, എല്ലാവരും സന്തോഷകരമായി ബക്കറ്റിലും ചരുവത്തിലും പാത്രത്തിലും എല്ലാം ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി ആ ഒരു രീതിയിലാണ് ഇവിടെ നാണ്ട കാണുന്നത്. എല്ലാവരും ഉണ്ട്. എല്ലാം നല്ല സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നു പോകുന്നത്. ഒരു സന്തോഷപൂർവമായ ചിരിച്ചുകൊണ്ടുള്ള മുഖങ്ങൾ കണ്ടില്ലേ എല്ലാവരും? നോക്കുവിൻ സഹോദരങ്ങളെ. സത്യം പറഞ്ഞാൽ ഇതൊരു തട്ടിക്കുട്ട് വ്ളോഗാണെന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ഈ പൊങ്കാലയിട്ട എല്ലാ അമ്മമാരും. 2:30 നിവേദിക്കുന്നത്. പിന്നെ ഇവിടേക്ക് യാത്രയ്ക്ക് ചെയ്ത KSRTC ബസ്സൊക്കെ ഒരുപാടുണ്ട് ഇവിടെ. പൊങ്കാല അവസാനിച്ചിരിക്കുന്നു. അപ്പൊ ഇതേപോലത്തെ വീഡിയോസിനായി എന്നെയും ജിക്കുവിന്റെയും പേജ് ഫോളോ ചെയ്യുക. ജിക്കുവിന്റെ പേജ് ഫോളോ ചെയ്തില്ലെങ്കിലും ആരെ പേജ് ഫോളോ ചെയ്യണം? അതെ. എന്നാ നമ്മൾ ഇതാണ്ട് ഇപ്പൊ നമ്മളെ ഫേസ് ഒക്കെ കണ്ട ഇങ്ങനെയായി. ഇതാണ്ട് കണ്ടില്ലേ, മുഖം കണ്ടില്ലേ?